Hi everyone, this is Sri Lakshmi from B International. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്കി എക്സാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസിനെയും പറ്റിയിട്ടായിരിക്കും. ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ അവസാനത്തെ ക്ലിനിക്കൽ എക്സാമാണ് ഈ ഓസ്കി എന്ന് പറയുന്നത്. ഓസ്കിക്ക് മുമ്പ് മറ്റൊരു തിയറി എക്സാം കൂടിയുണ്ട്, അതിന് IQN എന്നാണ് പറയുന്നത്. ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസ് തിയറി എക്സാം ആയിരിക്കും. ഈ IQN എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓസ്കി എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. ന്യൂസിലാൻഡിൽ വെച്ചിട്ടാണ് നമുക്ക് ഓസ്കി എക്സാം ഉണ്ടാവുക. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന പ്രൊവിൻസിലായിരിക്കും ഉണ്ടാകുന്നത്. അവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറി എന്ന് പറയുന്ന ക്യാമ്പസിലാണ് കറൻ്റ്ലി ഓസ്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഒരു 3 മണിക്കൂറിൻ്റെ പ്രാക്ടിക്കൽ എക്സാമാണ്. 10 സ്റ്റേഷൻസ് ഉള്ള ഒരു എക്സാം ആയിരിക്കും ഈ ഓസ്കി എന്ന് പറയുന്നത്. ഓസ്കി 2 പാർട്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ ആണ്. ന്യൂസിലാൻഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഡേയ്സിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അവർ ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്തത് ന്യൂസിലാൻഡിലെ നഴ്സിംഗ് പ്രാക്ടീസസിനെ പറ്റിയിട്ടായിരിക്കും. അവിടുത്തെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, കൾച്ചറൽ തിങ്സ്, അവിടുത്തെ പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ അവർ പറയുന്നുണ്ടാവുക. സോ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു നഴ്സിൻ്റെ അവിടുത്തെ ജോലി അല്ലാത്ത കാര്യങ്ങൾ ബാക്കി എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്കൊരു ബേസിക് ഐഡിയ നമുക്ക് ആ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്. 10 സ്റ്റേഷൻസ് ആണ് ഉണ്ടാവുക. ഓരോ സ്റ്റേഷനും 12 മിനിറ്റിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് 2 മിനിറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനുള്ളതും ബാക്കി 8 മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. ആ സ്റ്റേഷനിൽ നമുക്ക് തന്നിട്ടുള്ള സ്പെസിഫിക് ടാസ്ക് എന്താണോ അത് വിത്തിൻ 8 മിനിറ്റ്സ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ലാസ്റ്റ് 2 മിനിറ്റ്സ് അടുത്ത സ്റ്റേഷനിലേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഈവൻ ദോ നമ്മൾ 8 മിനിറ്റിനുള്ളിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലാന്നെങ്കിൽ പോലും നമ്മൾ അടുത്ത 2 മിനിറ്റ്സിൽ നമ്മൾ മൂവ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് എക്സ്ട്രാ ടൈം ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. IQN എക്സാമിന് ശേഷം നമുക്ക് ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് വരും. ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു ഇൻവിറ്റേഷൻ ലിങ്ക് വരും. ആ ലിങ്ക് ത്രൂ മാത്രമേ നമുക്ക് ഓസ്കി എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓസ്കിയിൽ 10 സ്റ്റേഷൻസ് ആണ് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 10 സ്റ്റേഷൻസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ്, ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ്, സ്പെഷ്യൽ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ്, എമർജൻസി മാനേജ്മെൻറ്റ്, ക്രിട്ടിക്കൽ സ്കിൽസ്, പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക്, പ്ലാനിംഗ് ദ നഴ്സിംഗ് കെയർ, മാനേജിംഗ് ദ പേഷ്യൻറ്റ്. അങ്ങനെ 10 മൊഡ്യൂൾസ് ആയിരിക്കും നമ്മൾ ഈ ഓരോ ടാസ്ക് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓസ്കിക്ക് ബേസിക്കലി 3 അറ്റംപ്റ്റ്സ് ആണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. വൺസ് നമ്മൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ ലിങ്ക് ത്രൂ ഓസ്കി ബുക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് 18 മാസത്തെ സമയമാണുള്ളത്. ഈ 18 മാസത്തിനുള്ളിൽ നമുക്ക് 3 തവണ അറ്റംപ്റ്റ് ചെയ്യാം. ഈവൻ ദോ നമ്മൾ ഫസ്റ്റ് ടൈമിൽ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ബാക്കി 2 ടൈംസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഈ 18 മാസത്തിനുള്ളിൽ തന്നെ ചെയ്യാനാണ് നമുക്ക് സമയമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 18 മാസം സമയം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 1 തൊട്ട് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. മെയിൻലി ഓസ്കി എക്സാമിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആണ്. അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കേസ് സ്റ്റഡി എന്താണോ അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമ്മളൊരു 50% സക്സസ് റേറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. മെയിൻലി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 6 വീക്സ് അടുപ്പിച്ചാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. നമ്മൾ പ്രോപ്പർ കോച്ചിങ് എടുത്ത് നല്ലപോലെ ട്രെയിനിങ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. വലിയ ഡിഫിക്കൽട്ടി ലെവലുള്ള എക്സാം അല്ല. നമ്മുടെ ഈ കാനഡ, ഓസ്ട്രേലിയ ഓസ്കീസിനൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ന്യൂസിലാൻഡ് ഓസ്കി കമ്പാരിറ്റീവ്ലി ഹൈ സക്സസ് റേറ്റുള്ള ഒരു എക്സാം തന്നെയാണ്. ഓസ്കിക്ക് നമുക്ക് ടോട്ടൽ 3 അറ്റംപ്റ്റ്സ് ആണുള്ളത്. വൺസ് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ സൈഡിൽ നിന്നുള്ള ലിങ്ക് വന്നു കഴിഞ്ഞാൽ, ബുക്കിംഗ് ലിങ്ക് വന്നു കഴിഞ്ഞാൽ, ആ ലിങ്ക് വന്ന ആ ഡേറ്റ് തൊട്ട് 18 മന്ത്സ് ടൈമാണ് നമുക്ക് ഓസ്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഈ 18 മന്ത്സ് ടൈമിൽ 3 തവണ ഓസ്കി എക്സാം അറ്റംപ്റ്റ് ചെയ്യാനുള്ള സമയമാണ് നമുക്കുള്ളത്. സോ ഫസ്റ്റ് ട്രയൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് $3,500 ന്യൂസിലാൻഡ് ഡോളറാണ് നമുക്ക് ഈ ടോട്ടൽ എക്സാമിൻ്റെ ഫീസ് വരുന്നത്. $3,000 നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടും $500 ഈ ഓറിയൻറ്റേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു, ബട്ട് നമുക്ക് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് 18 മന്ത്സ് ടൈം ഉണ്ട്. ബട്ട് സെക്കൻഡ് അറ്റംപ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ $3,000 തന്നെ നമ്മൾ രണ്ടാമത് ഫീസ് അടച്ചിട്ട് വേണം നമ്മൾ സെക്കൻഡത്തെ എക്സാം നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട്. സോ പ്രോപ്പർലി ട്രെയിനിങ് എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നല്ല ഫീസ് വരുന്നുണ്ട്. ഈവൻ ദോ ഓസ്കി US-ലെയും കാനഡയിലൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും കമ്പാരിറ്റീവ്ലി ഈസിയർ വേർഷൻ ആണെങ്കിൽ പോലും, നല്ല ഫെയിലിയർ റേറ്റ് കുറവുള്ളൊരു എക്സാം ആണെങ്കിൽ പോലും ഇത്രയും ഹൈ ഫീസ് കൊടുത്ത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. സോ നല്ലപോലെ ട്രെയിനിങ് എടുത്തതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റിലേക്കൊക്കെ പോവുക. പ്രോപ്പർലി പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവുന്ന ഒരുപാട് പേരുണ്ട്. ഇൻ കേസ് ഓസ്കി എക്സാം ഫെയിൽ ആയാൽ തന്നെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ നമ്മളൊരു ഫോർമൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് ഫെയിലിയർ വന്നിട്ടുള്ളതെന്നൊരു പ്രോപ്പർ ഫീഡ്ബാക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. സോ സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രിപ്പറേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ന്യൂസിലാൻഡിലെ ജോബ് ഡിമാൻഡിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. നമുക്കറിയാവുന്നതാണ്, ഏതൊരു കൺട്രിയിലാണെങ്കിലും നഴ്സിംഗ് ഡിമാൻഡ് അല്ലെങ്കിൽ നഴ്സിംഗ് റിക്വയർമെൻറ്റ് ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി എ ഫ്ലക്ച്വേറ്റിംഗ് ഗ്രാഫ്.
അത് എല്ലാ കൺട്രീസിലും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ന്യൂസിലാൻഡിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ അവിടെ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഓവർ സപ്ലൈ ഉണ്ടായിരുന്നു. അവിടെ ഓവർ ഡിമാൻഡിൽ നഴ്സ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ റീസെൻ്റ്ലി അവിടെ ഹയറിംഗ് ഒക്കെ കുറച്ച് സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പ്രോസസ്സിങ് ചെയ്യേണ്ടെന്നല്ല. നമുക്കിപ്പോൾ കോവിഡ് ടൈമിൽ നോക്കുവാണെങ്കിൽ ഒരു മാസ് റിക്രൂട്ട്മെൻ്റ് ആണ് ആ ടൈമിൽ വന്നത്. അത്രയും നാളും ഇതേ ഒരു സ്ലോ പേസിൽ പോയിട്ട് പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വന്നപ്പോഴേക്കും ബൾക്കായിട്ട് തൗസൻഡ്സ് ഓഫ് നഴ്സസിനാണ് അവർ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്തത്. സോ വൺസ് നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ, നമ്മൾ ഈ പ്രോസസ്സിങ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളാണ്, നമ്മൾ ഇയർലി റിന്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ന്യൂസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇമീഡിയറ്റ്ലി അപ്ലൈ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ക്രൂഷ്യൽ ടൈമിൽ വീണ്ടും ഈ ഒരു 8 to 9 months പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാതെ വൺസ് ഓൾറെഡി രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ്ലി ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിയ ഒരാളാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമുക്ക് ആഫ്ര പോലത്തെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കാര്യങ്ങളാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ എല്ലാവർക്കും അറിയാം, ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആഫ്ര രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയയുടെ RN ലൈസൻസ് ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഓസ്ട്രേലിയ RN ലൈസൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ PR-നാണെങ്കിലും അവിടെ ഒരു ജോബ് കണ്ടുപിടിക്കാനാണെങ്കിലും പെർമനൻറ്റ് റെസിഡൻസി, സിറ്റിസൺഷിപ്പ് പോലത്തെ കാര്യങ്ങൾക്കും നമുക്ക് ഓസ്ട്രേലിയ ലൈസൻസും നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. സോ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാത്ത ഒരു പ്രൊസീജിയറിലൂടെ നമുക്ക് 2 കൺട്രിയിലെയും RN ലൈസൻസും 2 കൺട്രിയിലെ PR എലിജിബിലിറ്റിയും ഒരു പെർമനൻറ്റ് സൊല്യൂഷനും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാത്തൊരു ഈസി പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൺസേൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബി ഇൻ്റർനാഷണലിനെ സമീപിക്കാം. 13 years ആയിട്ട് ഈ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇമിഗ്രേഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള കൺസൾട്ടൻസിയാണ്. 0% വിസ റിജക്ഷൻ റേറ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് കാര്യങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ കൗൺസിലേഴ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.